ഹലോ മച്ചമാരെ, എസ് ന്യൂസിലേക്ക് സ്വാഗതം. കളങ്കാവൽ ആദ്യ പ്രദർശനം തുടങ്ങിയിരിക്കുകയാണ്. കേരളം മാത്രമല്ല ലോകമെമ്പാടും സിനിമയ്ക്ക് ഗംഭീര വരവേൽപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. പ്രീസെയിലൂടെ മാത്രമായി സിനിമ നേടിയത് 8 കോടിയോളമാണ്. ആദ്യ ദിനത്തെ പ്രീസെയിലൂടെ സിനിമ നേടിയത് 4,80,00,000 രൂപയ്ക്ക് അടുത്തുമാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2,29,00,000 രൂപ പ്രീസെയിലായി നേടിയ ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 43,00,000 രൂപയും ഓവർസീസിൽ നിന്ന് 2,07,00,000 രൂപയുമാണ് നേടിയിരിക്കുന്നത്. എന്തായാലും സെക്കൻഡ് ബിഗ്ഗസ്റ്റ് മമ്മൂട്ടിയുടെ പ്രകടനമാണ് അഡ്വാൻസ് സെയിലിലൂടെ നേടിയിരിക്കുന്നത്. ടർബോയുടെ കളക്ഷൻ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് ഈ ഒരു കുഞ്ഞൻ ചിത്രം ചരിത്രം കുറിക്കുകയാണ് മമ്മൂട്ടി കരിയറിൽ. എന്തായാലും ആന്ധ്രയിലും തെലുങ്കാനയിലുമൊക്കെ സിനിമയ്ക്ക് കൂടുതൽ ഷോകൾ ആഡ് ചെയ്യുന്നു. അഖാണ്ട 2 എന്ന ചിത്രം മാറ്റിവെച്ചത് സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു അപ്ഡേറ്റിലേക്ക് എത്തിക്കുകയും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ചാർട്ട് ചെയ്തു കൊടുക്കുകയും മണിക്കൂറിൽ 2000-ഓളം ടിക്കറ്റുകളാണ് ആദ്യ മണിക്കൂറിൽ പോകുന്നത്. സിനിമയുടെ ഷോകൾ കേരളത്തിൽ 9:30 തുടങ്ങുന്നു എന്നുള്ളതാണ്. ആദ്യ ഷോ ഇതിനോടകം തന്നെ 8:50 തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ബാംഗ്ലൂർ, കർണാടകയിലുമൊക്കെ. എന്തായാലും ഈ സിനിമയുടെ ദൈർഘ്യം 57 മിനിറ്റാണ് ഫസ്റ്റ് ഹാഫ്. 1 മണിക്കൂർ 20 മിനിറ്റിന് മുകളിലാണ് സെക്കൻഡ് ഹാഫ് വരുന്നത്. അതായത് മൊത്തം സിനിമയ്ക്ക് 2 മണിക്കൂർ 19 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യമായി പറയുന്നത്. മമ്മൂട്ടിയുടെ പ്രകടനത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രം, അതുമാത്രമാണ് സിനിമയുടെ ഹൈലൈറ്റും. എന്തായാലും മമ്മൂട്ടി ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ അതൊരു ഒന്നൊന്നര സംഭവമായിരിക്കുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഏറെയും പ്രേക്ഷകരുടെയും അഭിപ്രായം. എന്തായാലും ഈ ഒരു സിനിമ ഒരു മികച്ച ചിത്രമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് റിവ്യൂകൾ വരാൻ പോകുന്നത് ഏകദേശം 11:45 പുറത്തു വരുമെന്നുള്ളതാണ്. എന്തായാലും മികച്ച രീതിയിൽ തന്നെ ഒരു സിനിമ വരട്ടെ, മലയാളത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ചിത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യ ദിനത്തെ പ്രീസെയിൽ ഇങ്ങനെയാണെങ്കിൽ, സിനിമ പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായും ഡബിൾ ഡിജിറ്റ്, അതായത് 10 കോടിക്ക് മുകളിലായിരിക്കും ആദ്യ ദിനത്തെ കളക്ഷൻ. എന്താണെങ്കിലും പീക്ക് ലെവൽ പെർഫോമൻസ് അത് ഗ്യാരണ്ടീഡ് ആണ് എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. ബാക്കിയെല്ലാം ഓരോ സിനിമയുടെയും വിധികളുണ്ട്, അതുപോലെ തന്നെ നടക്കും എന്നുള്ളതാണ്. പ്രീസെയിൽ തന്നെ മികച്ച രീതിയിൽ പോയിരിക്കുന്നത് ജില്ല തിരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നേടിയിരിക്കുന്നത് കൊച്ചി തന്നെയാണ്. 200ഓളം ഷോകളിൽ നിന്ന് 55,57,000 രൂപയോളമാണ് സിനിമയുടെ പ്രീസെയിലായി ലഭിച്ചിരിക്കുന്നത്. തൊട്ട് പിന്നാലെ നിൽക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ തൃശ്ശൂർ തന്നെ എന്ന് നമുക്ക് പറയാം. തൃശ്ശൂർ പോലെ തന്നെ, അല്ലെങ്കിൽ തൃശ്ശൂർ തന്നെയാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരമാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. 175 ഷോയിൽ നിന്ന് 29 നേടി 2ാം പൊസിഷനിലും, തൃശ്ശൂർ 3ാം പൊസിഷനിൽ 24 ലക്ഷത്തോളം രൂപ നേടി 26 ലക്ഷത്തോളം നേടി 3ാം സ്ഥാനത്ത് നിൽക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ റിവ്യൂവും കാര്യങ്ങളുമായി വരാം.